അവ്യക്ത സന്ദേശം. ഇന്ന് വിശേഷിച്ച് നമ്മുടെ മധുരവും പ്രിയപ്പെട്ടതുമായ സർവരുടെയും ഈശോദാതയുടെ വിശേഷ പുണ്യതിഥിക്ക് നിമിത്തം ഇന്ന് നിങ്ങളെല്ലാ സഹോദരീ സഹോദരന്മാരുടെയും വളരെയധികം മധുരമായ ഓർമ്മകളും ഭോഗുമായി വചനത്തിൽ ഞാൻ ബാബയുടെ അടുത്ത് എത്തിച്ചേർന്നു. അപ്പോൾ വളരെ വലിയൊരു ഗ്രൂപ്പ്, അതിൽ ചെറിയ കുട്ടികളും വലിയ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. ബാബ ഒരു സുന്ദരമായ പൂന്തോട്ടത്തിൽ എല്ലാവരുടെയും കൂടെയും ബോൾ കളിക്കുകയായിരുന്നു. കളികളുടെ മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു. എല്ലാവരുടെയും കൂടെ ബാബ ഇങ്ങനെ കളിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ, രാവിലെ ഞാൻ എല്ലാവരോടുമൊപ്പം മധുബനിൽ നിന്നും ഭോഗമായി വന്നിരിക്കുകയാണ്. അമൃതവേളയിൽ ബാബയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് കുട്ടികളെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സമീപത്ത് പോയി പറഞ്ഞു, ബാബ, ഞാൻ ഭോഗമായി വന്നിരിക്കുകയാണ്. ബാബ പറഞ്ഞു, എല്ലാ കുട്ടികളെയും ഭോഗ് കഴിക്കുവാൻ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ, എല്ലാ കുട്ടികളും ഇന്ന് രാവിലെ ഭോഗ് കഴിക്കുവാൻ വന്നിരിക്കുകയാണോ? ബാബ പറഞ്ഞു, അതെ. ഇത് അഡ്വാൻസ് പാർട്ടിയിലുള്ള എൻ്റെ കുട്ടികളാണ്. കാരണം അതിരാവിലെ ഉറങ്ങുകയായിരിക്കുമല്ലോ. അപ്പോൾ വചനത്തിൽ ഭോഗ് കഴിക്കുവാൻ വരാം. പിന്നെ അഡ്വാൻസ് പാർട്ടിയിലെ കുട്ടികൾ ഒറ്റയ്ക്കായിരിക്കില്ല കഴിക്കുന്നത്. ബാബയും ഒറ്റയ്ക്കല്ല ഭോഗ് കഴിക്കുന്നത്. ആർക്ക് നിമിത്തമായാണോ ഭോഗ് കൊണ്ടുവരുന്നത്, ആ ആളും ഒറ്റയ്ക്കല്ല കഴിക്കുന്നത്. ഈശോ എല്ലാവരുടെയും ദാദിയായിരുന്നുവല്ലോ. ദാദിയും ഒറ്റയ്ക്ക് കഴിക്കുകയില്ല. ഈ കുട്ടികൾ നിമിത്തം മാത്രം സേവനം ചെയ്യുന്നതിന് വേണ്ടി ശരീരം ധാരണ ചെയ്തു. എന്നാൽ ബാബയുടെ അടുത്ത് തന്നെയാണ് കഴിയുന്നത്. അവരുടെ മുഖം, പെരുമാറ്റം, ഇതെല്ലാം കണ്ട് മുഴുവൻ കുടുംബവും സന്തോഷിക്കും. ഇവിടെ നമ്മുടെ അടുത്ത് ജനിച്ചിരിക്കുന്ന പുത്രൻ അല്ലെങ്കിൽ പുത്രി, നോക്കൂ എത്ര നല്ലതാണ്, എത്ര നല്ല മുഖമാണ്. ഇവരുടെ മുഖം, ഇവരുടെ കണ്ണുകൾ, ഇവരുടെ ചുണ്ടുകൾ, ഇവരുടെ പാദങ്ങൾ എല്ലാം അത്രയും നല്ലതും ആരോഗ്യമുള്ളതുമാണ്. നല്ല വീട്ടിലുമാണ് കുട്ടികൾ പോയിരിക്കുന്നത്. ബാബയുടെ അടുത്തേക്കും വരുന്നു, സെൻറ്ററുകളിലേക്കും പോകുന്നു. വയസ്സനുസരിച്ച് വളരെ നല്ല കുടുംബത്തിൽ തൻ്റെ വിശേഷതകളിലൂടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നു. സെൻറ്ററിൽ പോകുമ്പോൾ തൻ്റേതാണെന്ന രീതിയിൽ അത്രയും അധികാരം വയ്ക്കുന്നു. ഈ അഡ്വാൻസ് പാർട്ടി വളരെയധികം എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ എൻ്റെ ഈ കുട്ടികൾ ഈശോവിനോടൊപ്പം ഭോഗ് കഴിക്കുവാൻ എല്ലാവരും വന്നിരിക്കുകയാണ്. ബാബയുടെ ഒരു നോട്ടം ഉണ്ടാകുമ്പോൾ മുഴുവൻ ദൃശ്യവും മാറുന്നു. എൻ്റെ താലം പിടിച്ചുകൊണ്ട് ബാബ പറഞ്ഞു, ഭോഗ് കഴിക്കണം, എല്ലാവരെയും കഴിപ്പിക്കണം. വചനത്തിൽ ഭോഗ് വയ്ക്കുന്നതിൻ്റെ വളരെ നല്ല സംവിധാനമുണ്ട്. ഭോഗ് വയ്ക്കുന്ന താലങ്ങളും വരുന്നു. വചനത്തിൽ ഒരു സെക്കൻഡിൽ എന്തെല്ലാമാണ് നടക്കുന്നത്? ബാബ പറഞ്ഞു, പിക്നിക്കിൻ്റെ രൂപത്തിൽ ബാബ ഇത് കഴിപ്പിക്കും. ഏതുപോലെ സാകാരത്തിൽ ദാദിമാരുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നുവോ, അതേപോലെ ദാദിമാരുടെ ഗ്രൂപ്പ് തയ്യാറായി. കേവലം ദാദിമാർ മാത്രമല്ല ഉണ്ടായിരുന്നത്, ശരീരം ഉപേക്ഷിച്ച് അനന്യരായവരും ഉണ്ടായിരുന്നു. നമ്മുടെ നിർവയർ ഭായ് ഉണ്ടായിരുന്നു. എല്ലാ ദാദിമാരും ഉണ്ടായിരുന്നു. ജഗദീഷ് ഭായിയും കാണപ്പെട്ടു. ഇങ്ങനെ സഹോദരന്മാർ മുഴുവനും ശ്രദ്ധയോടെ നോക്കുന്നുണ്ടായിരുന്നു.
എല്ലാവരും ആരാണോ യജ്ഞത്തിൽ നിന്നും ശരീരം ഉപേക്ഷിച്ചു പോയത്, അഡ്വാൻസ് പാർട്ടിയിൽ വന്നത്, അവരെല്ലാവരും ഇന്ന് ബാബയുടെ മുന്നിൽ ഹാജരായി. ബാബ പറഞ്ഞു, ഈശോ ബച്ചി എവിടെയാണ്? ഇങ്ങോട്ട് വരൂ. അപ്പോൾ തീർത്തും ചെറിയൊരു കുട്ടിയെപ്പോലെ, പെൺകുട്ടിയെപ്പോലെ അത്രയും തിളങ്ങുന്ന ഡ്രസ് അണിഞ്ഞിരിക്കുന്നതായി കാണപ്പെട്ടു. പിന്നെ ഈശോ ദാദി ബാബയുടെ മുന്നിൽ വന്നു പറഞ്ഞു, ബാബ, അമർ വന്നിരിക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞു, ദാദി, എല്ലാവരും വളരെയധികം ഓർമ്മിച്ചു. നമ്മുടെ മുന്നി ദീദിയും സ്റ്റേജിൽ ഇരിക്കുന്ന എല്ലാവരും, ശാന്തിവനത്തിലെ സഹോദരി സഹോദരന്മാരും പാണ്ഡവഭവനിലെ സഹോദരി സഹോദരന്മാരും ജ്ഞാന സരോവരത്തിലെ എല്ലാവരുടെയും ഓർമ്മകൾ കൊണ്ടുവന്നിരിക്കുകയാണ്. വിശേഷിച്ച് കവിതാബയൻ പറഞ്ഞിരിക്കുകയാണ്, ദാദി കൂടിക്കാഴ്ച നടത്തുവാൻ വരൂ. അങ്ങ് വന്നിട്ടേയില്ലല്ലോ. അപ്പോൾ ദാദി പറഞ്ഞു, ബാബ അയക്കുകയാണെങ്കിൽ ഞാൻ വരാം. ബാബയോട് പറയേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ, ദാദിയെ അങ്ങ് അയക്കാമോ? ഇങ്ങനെയുള്ള കുറച്ച് ദാദിമാർ വന്നിട്ടില്ലല്ലോ. ബാബ ഇങ്ങനെ ഒരു സൂചന ദാദിക്ക് നൽകി. ഞാൻ പറഞ്ഞു, ബാബ വളരെയധികം പ്രകാരത്തിലുള്ള ഭോഗ് ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. എനിക്ക് മുഴുവൻ ലിസ്റ്റും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ബാബയ്ക്ക് ഭോഗിൻ്റെ താലം കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഇതിൽ ഈശോ ദാദിയെ കാണാനില്ലായിരുന്നു. ദാദിമാരെല്ലാം എന്നെ വളരെയധികം സ്നേഹിച്ചിരുന്നു. പ്രകാശ്മണി ദാദി പറഞ്ഞു, നോക്കൂ, ശാന്തിവനത്തിൽ നിന്നും എത്രമാത്രം ഭോഗാണ് അയച്ചിരിക്കുന്നത്. പ്രകാശ്മണി ദാദി എന്നോട് ചോദിച്ചു, മുന്നിബേൻ ശരിയായിരിക്കുന്നുവോ? ആരോഗ്യം നന്നായിരിക്കുന്നുവോ? ഞാൻ പറഞ്ഞു, അതെ ദാദി, താങ്കൾക്ക് വളരെയധികം ഓർമ്മകൾ നൽകിയിരിക്കുകയാണ്. ദാദി പറഞ്ഞു, ദാദി എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ബാബയും എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. വളരെ നല്ലൊരു യജ്ഞം എല്ലാവരും ഒത്തുചേർന്ന് സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നിങ്ങളുടെ കൂട്ടുകാരാണ്. ഏതുപോലെ ദാദി എല്ലാവരുടേതുമായിരുന്നല്ലോ, അതേപോലെ നിങ്ങളും എല്ലാവരുടേതുമാണ്. പിന്നെ ഈശോ ദാദി ചുറ്റി സഞ്ചരിച്ച ശേഷം വന്നതുപോലെ എത്തിച്ചേർന്നു. അപ്പോൾ ബാബ പറഞ്ഞു, ഈശോ എവിടെ പോയിരിക്കുകയായിരുന്നു? അപ്പോൾ ഈശോ ദാദി പറഞ്ഞു, ബാബ അങ്ങ് സൂചന തന്നു. ഞാൻ ശാന്തിവനത്തിൽ പോയിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരുമായി കണ്ടുമുട്ടിയ ശേഷം വന്നിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, കഴിച്ചിട്ട് വന്നിരിക്കുകയല്ല, വതനത്തിലാണല്ലോ കഴിക്കുക. ഇവിടെ വതനത്തിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇരിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചിട്ട് വരികയില്ല. ബാബ ഭോഗ് അങ്ങയുടെ കൂടെ, അങ്ങയുടെ കൈകളിൽ നിന്നും കഴിക്കും. നമ്മളെല്ലാ ദാദിമാരും ഒരുമിച്ച് കഴിക്കും, അങ്ങയുടെ കൈകളിൽ നിന്നും കഴിക്കും. അപ്പോൾ ബാബ പറഞ്ഞു, വളരെ നല്ലത്. ബാബ പറഞ്ഞു, ഈ കുട്ടി യജ്ഞത്തിൽ എല്ലാം എക്കണോമിയോടെ സംരക്ഷിച്ചു. ഇന്നും എല്ലാ കുട്ടികളും യജ്ഞത്തിന് സഹകരണം നൽകണം. യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. എൻ്റെ എല്ലാ കുട്ടികളും ഒത്തുചേർന്ന് സംരക്ഷിക്കണം. ഏതുപോലെ ദാദിമാർ സംരക്ഷിച്ചുവോ അതേപോലെ നിങ്ങളെല്ലാവരും ഒത്തുചേർന്ന് സംരക്ഷിക്കണം. വളരെ നന്നായി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ബാബ പറഞ്ഞു, കുട്ടി എല്ലാവരോടും പറയണം, ബ്രഹ്മ ബാബ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്, കൂടെയിരിക്കും, കൂടെ പോകും. അപ്പോൾ ബ്രഹ്മ ബാബയുടെ കൂട്ടുകാർ എല്ലാവരും വന്നിരിക്കുകയാണ്. ഏതൊരു വാഗ്ദാനമാണോ ഉണ്ടായിരുന്നത്, അവരെല്ലാവരും ബ്രഹ്മ ബാബയുടെ കൂട്ടുകാരായി വതനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ആരുടെ പാതയാണ് ബാബ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമുക്കും വേഗം സമ്പന്നം ആകേണ്ടത് ആവശ്യമാണ്.
സമ്പൂർണം ആകേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ മെജോറിറ്റി കുട്ടികളുടെയും വളരെ നല്ല പുരുഷാർത്ഥം നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ചെറിയ ചെറിയ കുറവുകളും ദൗർബല്യങ്ങളും ഉണ്ട്. എന്നിരുന്നാലും വിശ്വാസമുണ്ട്, എൻ്റെ കുട്ടികൾ വേഗം വേഗം ആയിത്തീരും. അഡ്വാൻസ് പാർട്ടി തയ്യാറായിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളും വേഗം സമ്പന്നമാകണം. പിന്നെ ബാബ ഈശു ദാദിയെ മുന്നിലേക്ക് വിളിച്ചു. ദാദി ഓരോരോ പാത്രവും തുറന്ന് നോക്കുവാൻ തുടങ്ങി. ഫലങ്ങളും മുന്നിൽ വച്ചു. പിന്നെ ബാബ എല്ലാവരെയും ഒന്നൊന്നായി കഴിപ്പിക്കുവാൻ തുടങ്ങി. ആദ്യം ഈശു ദാദിയെ കഴിപ്പിച്ചു. പ്രിയപ്പെട്ട ഈശു ദാദി ബാബയെയും കഴിപ്പിച്ചു. പ്രകാശ്മണി ദാദിയെയും കഴിപ്പിച്ചു. ഗുൽസാർ ദാദിയെയും വദനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ദാദി പറഞ്ഞു, ദാദി വദനത്തിൽ തന്നെ ഉണ്ട്, ബാബയുടെ കൂടെ. ബാബ പറഞ്ഞു, എപ്പോഴാണോ ബ്രഹ്മ ബാബ താഴേക്ക് വരുമ്പോൾ ഗുൽസാർ വദനത്തിൽ ഇരിക്കും. ഗുൽസാറിൻ്റെ ശരീരത്തിലൂടെ ഭോഗ് കഴിക്കും. അപ്പോൾ ഗുൽസാറിന് വദനത്തിൽ ഇരിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ താങ്കൾ വദനത്തിൽ ബാബയുടെ കൂടെയാണ്. അപ്പോൾ ഗുൽസാർ ദാദിയും നിങ്ങൾ ഏവരുടെ കൂടെയും സമാചാരം ചോദിച്ചു. ശാന്തിവനത്തിൽ, പാണ്ഡവ ഭവനിൽ, ജ്ഞാൻ സരോവറിൽ ഉള്ള എല്ലാവർക്കും എൻ്റെ ഓർമ്മകൾ നൽകണം. ഞാൻ വിശേഷിച്ച് അമൃതവേളയിൽ ചുറ്റി സഞ്ചരിക്കുവാൻ പോകുമ്പോൾ എല്ലാവർക്കും സകാശ് നൽകുന്നു. ഗുൽസാർ ദാദി പറഞ്ഞു, നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും. ദാദിയും നിങ്ങൾക്കേവർക്കും വളരെയധികം സ്നേഹസ്മരണകൾ നൽകി. നമ്മുടെ മുന്നീ ദീദിക്കും വളരെയധികം ഓർമ്മകൾ നൽകി. ഈശു ദാദി പറഞ്ഞു, എൻ്റെ സേവനം ചെയ്ത സഹോദരിമാർക്കും സഹോദരന്മാർ വീൽ ചെയറിൽ കൊണ്ടുപോകുമായിരുന്നു. കവിതാ ബഹനും ദാദി വളരെയധികം സ്നേഹസ്മരണകൾ നൽകി. പിന്നെ ബാബ പറഞ്ഞു, കുട്ടി എല്ലാവർക്കും ഓർമ്മകൾ നൽകണം. എല്ലാവർക്കും വേണ്ടിയുള്ള സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.